ഹായ് ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെട്ടുവള്ളമാണ്. തെർമോക്കോളിൽ കെട്ടുവള്ളമാണ് നിർമ്മിക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കെട്ടുവള്ളമാണ്. അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസാണ് തെർമോക്കോള് ഒരു ഷീറ്റ്, ഫെവിക്കോളിൻ്റെ പശ, ഒരു സ്കെച്ച് പേന, ബ്ലാക്കാണ്, ഒരു ചാർട്ട് പേപ്പർ, ഇനി നമ്മൾ സ്കെച്ച് പേന കൊണ്ട് ഒരു വള്ളത്തിൻ്റെ പടമാണ് വരയ്ക്കാൻ പോകുന്നത്. ഡ്രോയിങ് ഷീറ്റിൽ ഇങ്ങനെ വരയ്ക്കുക. നമ്മുടെ ഷീറ്റിൽ വള്ളത്തിൻ്റെ സ്കെച്ച് പേനായിട്ട് വരച്ചായിരുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് മറു സൈഡ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത് കട്ട് ചെയ്തെടുത്ത വെള്ളത്തിൻ്റെ അതിൻ്റെ ഭാഗം നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വച്ചു. ഇനി ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വയ്ക്കേണ്ടത്. ഇനി നമ്മളത് സ്കെച്ച് പേന കൊണ്ട് വരച്ച് അത് കട്ട് ചെയ്തെടുക്കും. നമ്മൾ സ്കെച്ച് പേനയിട്ട് അടയാളപ്പെടുത്തി അതിനുശേഷം അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് അതേപോലെ നമ്മൾ വച്ചു, മറു സൈഡ് വച്ചു, 2 സെൻറ്റിമീറ്റർ അകലം വിട്ടു, സ്കെച്ച് പേന വെച്ച് അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ 2 പീസും വള്ളത്തിൻ്റെത് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ വള്ളത്തിനെ 2 സൈഡും വരച്ച് അതേപോലെ കട്ട് ചെയ്തെടുക്കും. 2 സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഈ കോൾ കൊണ്ട് ഒരു സൈഡ് നമ്മളിങ്ങനെ പശ തേക്കുകയാണ്. നമ്മൾ ഈ വള്ളത്തിൻ്റെ ഒരു സൈഡ് മാത്രം പശ തേച്ചാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗം പശ തേക്കരുത്, ഈ സൈഡ് മാത്രമേ പശ തേക്കാൻ പാടുള്ളൂ. നമ്മൾ പ്രസ് ചെയ്ത് അത് ഒട്ടിച്ചായിരുന്നു. 2 സൈഡും അതേപോലെ പശ തേച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളത് ഒട്ടിച്ചു. നമ്മൾ അടുത്ത് സ്കെച്ച് പേന കൊണ്ട് നമ്മൾ വള്ളത്തിന് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഗോൾഡ് കളറിൻ്റെ പെയിൻറ്റും ഇതിൽ നമ്മൾ ചേർക്കാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ ഈ വള്ളത്തിന് ഈ കളർ കൊടുത്തത് ആദ്യം ബ്ലാക്ക് സ്കെച്ച് പേന കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഗോൾഡൻ പെയിൻറ്റ് കൊണ്ട് നമ്മൾ അത് ഒന്നുകൂടെ ഫിനിഷിംഗ് ആക്കി അതിന് ശേഷമുള്ള കളറാണിത്. അത് എന്നാലേ ആ വള്ളത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ.
വെള്ളത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ ചെയ്ത് നമ്മളിതാ അഴി ചെയ്ത് വെള്ളത്തിൻ്റെ അഴി ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറ് കണ്ട. ഇനി നമ്മൾ അതിലെ മേൽക്കൂരയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഈ റോങ് ഷീറ്റിനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കഴിയൊക്കെ ചെയ്തായിരുന്നു. ഗൈസ്, ഇനി നമ്മൾ ആ വള്ളത്തിൻ്റെ അകത്ത് വരുന്ന അഴികളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ റോയിങ് ഷീറ്റിനെ കട്ട് ചെയ്തെടുത്ത് ഒരു പീസ് എടുത്തു. പിന്നെ തെർമോക്കോൾ 2 പീസ് നമ്മൾ എടുത്തു. ഇതിന് കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് നമ്മൾ അകത്തെ ഭാഗത്ത് നമ്മൾ റോയിങ് ഷീറ്റ് ഇങ്ങനെ ഒട്ടിക്കും. ഗൈസ്, നമ്മൾ 2 പീസ് തെർമോക്കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. അതിങ്ങനെ മടങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചാർട്ട് പേപ്പർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തെർമോക്കോൾ നമ്മൾ മടക്കുമ്പോൾ അങ്ങനെ മടങ്ങാനില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ കെട്ടുവള്ളം പൂർത്തിയായി. കൊച്ചു കൂട്ടുകാർക്ക് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.